രാജ്യത്തെ പ്രമുഖ ആരോഗ്യ കേന്ദ്രമായ ഡൽഹി എയിംസിലെ ശോച്യാവസ്ഥ വിവരിച്ച് കേന്ദ്ര സർക്കാരിനും ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കും കത്തയച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രോഗികൾ ഫുട്പാത്തിലും സബ്വേകളിലും കിടക്കുകയാണെന്നാണ് കത്തിൽ രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത്. ഈ മാനുഷിക ദുരന്തം പരിഹരിക്കാനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും അടിയന്തരമായി ഇടപെടണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. പൊതു ആരോഗ്യ സമ്പ്രദായം ശക്തിപ്പെടുത്താനായി കേന്ദ്രം അടിയന്തര നടപടിയെടുക്കണം. അടുത്ത ബജറ്റിൽ അതിനായി തുക നീക്കിവെക്കണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. സ്വന്തം പ്രദേശത്ത് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാത്തത് മൂലമാണ് കോടിക്കണക്കിന് ആളുകൾ എയിംസിനെ സമീപിക്കുന്നതെന്നും രാഹുൽ കത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം. അതിന്റെ ആദ്യപടിയായി രാജ്യത്തെങ്ങുമുള്ള എയിംസ് കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ വിപുലീകരിക്കണം. അതോടൊപ്പം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്ന രീതിയിലേക്ക് പൊതു ആരോഗ്യ സമ്പ്രദായം മെച്ചപ്പെടുത്തുകയും വേണം. സംസ്ഥാന സർക്കാരുകളുമായി കൈകോർത്തു വേണം ഈ വികസനമെന്നും ജനുവരി 18 അയച്ച കത്തിൽ രാഹുൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് പോലെയുള്ള കേന്ദ്ര ആരോഗ്യ പദ്ധതികൾ രോഗിയുടെ പോക്കറ്റ് ചെലവുകൾ പരമാവധി കുറയ്ക്കുന്നതിന് സഹായകമാവുന്ന രീതിയിലാക്കണം. അതോടൊപ്പം സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചിലവ് കുത്തനെ വർദ്ധിക്കുന്നതും പരിശോധിക്കണം. ഡോക്ടറെ കാണാനായി രോഗികൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അതേസമയം എയിംസിന് ചുറ്റുമുള്ള റോഡുകളിലും സബ്വേകളിലും കഴിയുന്ന രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും കണ്ട് രാഹുൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിരുന്നു. എയിംസിൽ ഡോക്ടറെ കാണാനുള്ള കാലതാമസത്തെക്കുറിച്ചും താമസിക്കാൻ സൗകര്യമില്ലാത്തതിനെ കുറിച്ചുമാണ് മിക്കവരും പരാതി പറഞ്ഞത്. കുടിവെള്ളമോ ശുചീകരണ സൗകര്യങ്ങളോ ഇല്ലാതെ കൊടും തണുപ്പിനെ പ്രതിരോധിക്കാനാകാതെ സബ്വേയിൽ നിരവധി രോഗികളെ കാണുന്നതിൽ തനിക്ക് അതിയായ സങ്കടമുണ്ടെന്ന് അതിഷിക്കയച്ച കത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അതേസമയം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാൻ പോവുകയാണ്. അതിനിടയിലാണ് രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ആശുപത്രിയുടെ ശോചനീയാവസ്ഥ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് ഇതുവരെ ഭരിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ക്ഷീണം തന്നെ ഉണ്ടാക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഡൽഹി തൂത്തുവാരാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ അതിന്റെ മുക്കും മൂലയും അരിച്ചുപെറുക്കി പ്രശ്നങ്ങൾ കണ്ടെത്താൻ കോൺഗ്രസിന് ഒരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രം പോലും ഇക്കാര്യത്തിൽ വിയർക്കുമെന്നതിൽ സംശയം വേണ്ട. ഇപ്പോഴിതാ പാവപ്പെട്ടവരോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ വെള്ള ടീഷർട്ട് പ്രസ്ഥാനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇറങ്ങിക്കഴിഞ്ഞു. എക്സിലൂടെയാണ് രാഹുൽ ഗാന്ധി തന്റെ ആശയം പങ്കുവച്ചത്. നിങ്ങൾ സാമ്പത്തിക നീതിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വങ്ങളെ എതിർക്കുക, സാമൂഹിക സമത്വത്തിനായി പോരാടുക, എല്ലാത്തരം വിവേചനങ്ങളും നിരസിക്കുക, നമ്മുടെ രാജ്യത്ത് സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി പരിശ്രമിക്കുക, വെള്ള ടീഷർട്ട് ധരിച്ച പ്രസ്ഥാനത്തിൽ ചേരുക. സമ്പത്ത് ചിലരിൽ കുന്നുകൂട്ടാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. അസമത്വം വളരാൻ ഇത് ഇടയാക്കുന്നു. രാജ്യത്തിനു വേണ്ടി ചോരയും വിയർപ്പും ഒഴുക്കി പണിയെടുക്കുന്നവർ അനീതിക്കും അക്രമത്തിനും ഇരകളാകുന്നു. അവർക്ക് നീതി നൽകാനുള്ളതാണ് ഈ പ്രസ്ഥാനം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദേശം. വെള്ള ടീഷർട്ട് എന്നത് ഒരു തുണിക്കഷ്ണം മാത്രമല്ല, പാർട്ടിയുടെ 5 മാർഗനിർദ്ദേശ തത്വങ്ങളുടെ പ്രതീകമാണ്. അനുകമ്പ, ഐക്യം, അഹിംസ, സമത്വം, എല്ലാവർക്കും പുരോഗതി എന്നിവയാണെന്ന് വെള്ള ടീഷർട്ട് പ്രസ്ഥാനത്തിന്റെ വെബ്സൈറ്റ് പറയുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഡൽഹി പിടിക്കാൻ രാഹുലും കൂട്ടരും തീരുമാനിച്ചു കഴിഞ്ഞു.